ഫാഷൻ ലോകത്ത് സൗഹൃദങ്ങൾ അവരുടെ കരിയറിനെ വളർത്തുന്നത്. സിനിമയിലും ഒരു പരിധിവരെ അങ്ങനെയാണ്. താങ്കൾക്കറിയാമല്ലോ, ആൻസി വർഗീസിന് ഫാഷൻ രംഗത്ത് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നോട് അതൊരു ആവേശത്തോടെ അവൾക്ക് ഷെയർ ചെയ്യുമായിരുന്നു. അവളെ ഭർത്താവാണ് അതിന് സപ്പോർട്ട് കൊടുക്കാത്തതെന്നാ അവൾ എന്നോട് പറഞ്ഞു. നോ, അങ്ങനെയല്ല. അവളെ നിർബന്ധിച്ചതും കോട്ടയത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കാൻ വിട്ടതും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തതും ഞാനാ. അവൾ അങ്ങനെ പറയില്ല. അവളുടെ ആഗ്രഹങ്ങൾക്ക് ഈ അനന്തകൃഷ്ണൻ തടസ്സം നിന്നിട്ടില്ല. അപ്പൊ പിന്നെ അവൾ പറഞ്ഞത് കള്ളമാണെന്ന് ഞാൻ വിശ്വസിക്കണം? കള്ളമാണ്, 100% കള്ളമാണ്. ബാംഗ്ലൂർ വരുമ്പോൾ പലതവണ ഞങ്ങൾ കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തിരക്കായിരുന്ന സമയത്തൊക്കെ ഡ്രസ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന കാര്യത്തിലും ഷോയുടെ ഭാഗമായിട്ടും എന്നെ തേടി വന്നിട്ടുണ്ട് അവള്. ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അവൾക്കെന്നോട് പ്രണയമാണെന്ന്. നിങ്ങൾക്ക് ഭാര്യയില്ലേ, ഫാമിലിയില്ലേ? ഉണ്ട്. ഞാനത് അവളോട് പറഞ്ഞതാ. നമുക്കിതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാം, അതിനപ്പുറത്തേക്ക് പോകണ്ടെന്ന്. പിന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റ്, ആണും പെണ്ണും തമ്മിലൊരു ബന്ധം, അത് രണ്ട് മനസ്സുകൾ സമ്മതിച്ചിട്ടല്ലേ. അതൊരു തെറ്റായിട്ട് അവൾക്ക് തോന്നിയിട്ടില്ല, എനിക്കും. എനിക്കങ്ങനൊരു ഗിൽറ്റി ഫീൽ ഇല്ല. അവളും ഞാനുമായിട്ടുള്ള വീഡിയോ അത് മൂന്നാമതൊരാളുണ്ടാക്കിയതല്ല. അവളുടെ സമ്മതത്തോടു കൂടി ഞാൻ ഓൺ ചെയ്ത് വെച്ച ക്യാമറയാ. അവളത് പലതവണ കണ്ടിട്ടുണ്ട്. അന്നൊന്നും അവൾക്ക് കുറ്റബോധവും തോന്നിയിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനിതറിയുന്നത്. അതെങ്ങനെ ലീക്ക് ചെയ്തെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ കയ്യിൽ നിന്നല്ല, അതുറപ്പാ. ദുബായിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടാ എനിക്കത് അയച്ചു തന്നത്. അന്ന് ശരിക്കും ഞാൻ കുറേ വിഷമിച്ചു. എൻ്റെ ഭാര്യയും വീട്ടുകാരും അറിയരുതെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഭാഗ്യം കൊണ്ടത് അവരുടെ മുന്നിൽ എത്തിയില്ല. മലേഷ്യയിൽ എൻ്റെ ഒരു അങ്കിള് യൂട്യൂബിൽ കണ്ടിട്ട് എന്നെ വിളിച്ചു. അന്ന് ഞാൻ കള്ളം പറഞ്ഞിട്ടാണ് ഒഴിവായത്. എന്നെപ്പോലെ വേറെ ആരോ ആണതെന്ന്. എൻ്റെ കഴുത്തിൽ കിടന്നൊരു ചെയിൻ, അതെൻ്റെ കല്യാണത്തിന് ഈ അങ്കിൾ തന്ന ഗിഫ്റ്റാ. ആ വിഷയം പുറത്താവാതെ നോക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. പക്ഷേ ആ വീഡിയോയിൽ ആരാധകരെ സൃഷ്ടിച്ചത് ആൻസി വർഗീസാ. എൻക്വയറി മുഴുവൻ അവൾക്കായിരുന്നു. അതങ്ങ് തേഞ്ഞു മാഞ്ഞു പോയതുവാ. എത്രയോ നാളുകൾക്ക് ശേഷമാ പിന്നത് പുറത്തു വന്നത്. ആൻസി വേഴ്സസ് CM ഒരു മാറ്റർ ഡിസ്കഷൻ വന്നില്ലേ? ഒരു ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളുടെ നായികയായിട്ട് എല്ലാവരെയും വെല്ലുവിളിക്കുന്ന ആൻസിയെ കണ്ടപ്പോൾ എനിക്ക് പുച്ഛമാ തോന്നിയത്. ആ വീഡിയോയിൽ അവളല്ല, വേറെ ഏതോ പെൺകുട്ടിയാണെന്ന് തെളിയിക്കാൻ വലിയ വെല്ലുവിളി നടത്തിയല്ലോ. ഞാനത് കണ്ടു, ഞാനത് വിട്ടതാ. പക്ഷേ ആ വാർത്ത പെട്ടെന്ന് തീർന്നില്ല. എൻ്റെ വീട്ടുകാരതറിഞ്ഞു. ഫാമിലി പ്രശ്നമായി. വൈഫ് ഡിവോഴ്സിന് കൊടുത്തു, സെപ്പറേറ്റായി. ഒരു മോളുണ്ട് എനിക്ക്.
ഈ ബന്ധം അവള് ചോദിച്ചു വാങ്ങിച്ചാണോ? ആണ്, അവൾക്കായിരുന്നത് ആവശ്യം. മിസ്റ്റർ അനന്തൻ, നിങ്ങളുടെ ഫാമിലിയിൽ ഏതോ ഇഷ്യൂ, ഈ കോടനാട് കേസ്, അതും ഈ വീഡിയോ ആയിട്ടൊക്കെ കണക്റ്റ് ആണെന്നും പറഞ്ഞ് ഇപ്പോൾ ഒരു വീഡിയോ വന്നല്ലോ KGS ഈവനിങ്സ് എന്ന പ്രോഗ്രാമിൽ. ആ വെല്ലുവിളി കണ്ടപ്പോൾ സത്യം പുറത്തു വരണമെന്നും അവളുടെ അഹങ്കാരം അവസാനിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് പോകാനുള്ളതൊക്കെ പോയി. പിന്നെ ഒരു തെറ്റും ചെയ്യാത്തൊരു ഭർത്താവും അയാളുടെ കുടുംബവും ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അതിലൊന്ന് ഇടപെടണമെന്ന് എനിക്ക് തോന്നി.